ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പരന്ന നിലത്ത് പുഷ്പച്ചാർത്തുകൾ ഒന്നാന്തരമൊരു കിടക്ക വിരിച്ചിട്ട പോലെ കാണുന്നു. പർവ്വത പാർശ്വത്തിൽ വീണ് ചിന്നിച്ചിതറി കിടക്കുന്ന കുസുമ പടലങ്ങൾ കണ്ടാൽ തുടുത്തതും മഞ്ഞച്ചതുമായ കമ്പിളി വിരിച്ചിട്ടതുപോലെ തോന്നും. ഹേമന്തത്തിൽ വൃക്ഷങ്ങളുടെ സന്തോഷസൂചകമായി മനോഹരങ്ങളായ പൂമൊട്ടുകൾ ഉയരുന്നത് നോക്കൂ. വസന്തത്തിൽ തരുവൃന്ദങ്ങൾക്ക് ആകെ ഒരു മത്സരം, ഏതിനാണ് കുസുമാഭരണങ്ങൾ ഭംഗിയായി അണിയുവാൻ സാധിക്കുക എന്ന്. പിലാശിൻ തുമ്പുകളിലുള്ള വണ്ടുകൾ മുരളുന്ന ശബ്ദം കേട്ടാൽ അന്യോന്യം വിളിക്കുകയാണെന്ന് തോന്നും. ഉത്തമ കുസുമങ്ങൾ അണിഞ്ഞ വൃക്ഷങ്ങൾ നിസ്തൂല്യങ്ങളായി പ്രശോഭിക്കുന്നത് നോക്കൂ. ലക്ഷ്മണ, ഇതാ ഒരു നീർക്കോഴി വെള്ളത്തിൽ ഇണയുമൊത്ത് സാനന്ദം ക്രീഡിക്കുന്നു. ഈ കാഴ്ച എന്നെ എത്രമാത്രമാണ് ദുഃഖിപ്പിക്കുന്നതെന്നോ. സീതയും ഒന്നിച്ച് ലോകോത്തര മനോഹരമായ ഈ പമ്പാതീര പ്രദേശത്തിൽ വസിക്കുവാൻ സാധിച്ചാൽ അതാണ് സ്വർഗംഗാ തീരത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ലക്ഷ്മണ, സീതയെ കണ്ടെത്തിയാൽ നമുക്ക് ഈ പമ്പാതീരത്തിൽ തന്നെ അധിവസിക്കാം. അയോധ്യ മഹാരാജ്യ ചക്രവർത്തി സ്ഥാനമോ ഇന്ദ്രപദവി പോലുമോ എനിക്ക് വേണ്ട. ഈ രമ്യഭൂമിയിൽ പുഷ്പാസ്തീർണമായ പച്ചപ്പുൽ പരപ്പിൽ വൈദേഹിയും ഒന്നിച്ച് വിഹരിക്കുമ്പോൾ മറ്റൊരു ചിന്തയും എന്നിൽ ഉയരുകയില്ല. മറ്റൊരു സുഖഭോഗത്തിൽ ആഗ്രഹം അങ്കുരിക്കുകയില്ല. പല പല നിറങ്ങളോടുകൂടിയ ഇലകൾ, പുഷ്പങ്ങൾ എന്നിവ ചേർന്ന വൃക്ഷങ്ങളെ സീതാസമേതൻ അല്ലാതെ കാണുന്ന എനിക്ക് ഉന്മാദം ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. ലക്ഷ്മണ, ഇതാ നോക്കൂ. തെളിഞ്ഞ വെള്ളത്തിൽ തിങ്ങി നിൽക്കുന്ന താമരകൾ, മദത്തോടെ ക്രീഡിക്കുന്ന ചക്രവാക പക്ഷികൾ, നിറയെ നീർക്കോഴികൾ, അരയന്നങ്ങളുടെയും നീർക്കാക്കുകളുടെയും കൂട്ടങ്ങൾ. ഇവയുടെ മധുരനാദങ്ങളെ കൊണ്ട് കാമദേവൻ എന്നെ ജയിക്കുവാൻ തുടങ്ങുന്നു. പമ്പാതീരത്തിലുള്ള വനങ്ങളിലേക്ക് നോക്കിയാൽ മാൻകൂട്ടങ്ങളും പന്നിക്കൂട്ടങ്ങളും കുമാര, സുന്ദരീ തിലകമായ സീതയെ പൂർണ്ണചന്ദ്രവദനയും പത്മപത്രായ താക്ഷിയുമായ ധർമ്മപത്നിയെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വസ്തുക്കളും. വിചിത്രവർണ്ണോജ്വലമായ ഗിരിസാനുക്കളിൽ മാനുകൾ ഇണകളോടൊത്ത് വിഹരിക്കുന്നതും ഏകാഗിയായി ഞാനിവിടെ നിന്ന് ദുഃഖിക്കുന്നതും കാണൂ. മദം എന്ന പക്ഷികൾ ഇടതിങ്ങിയ ഈ പാർശ്വങ്ങളിൽ സുഖം എനിക്ക് ഉണ്ടാകണമെങ്കിൽ എൻ്റെ പത്നിയെ കണ്ടുകിട്ടണം. ലക്ഷ്മണ, അഭിരാമിയായ മൈഥിലി എന്നോടൊന്നിച്ച് ഈ പമ്പാതീരത്തിലെ ഇളം കാറ്റ് ഏൽക്കുമ്പോഴേ എനിക്ക് സ്വസ്ഥതയുണ്ടാകൂ, എൻ്റെ ജീവൻ നിലനിൽക്കൂ. ഒന്ന് തീർച്ചയായി പറയാം, ഭാഗ്യശാലികൾക്കല്ലാതെ താമരകളുടെയും കൽഹാര പുഷ്പങ്ങളുടെയും സുഗന്ധപൂരിതമായ ഈ പമ്പ തെന്നൽ ഏൽക്കുവാൻ സാധിക്കുകയില്ല. അത്രമാത്രം പുണ്യകർമ്മങ്ങൾ ചെയ്ത ജീവനല്ലാതെ ഈ പാവന പ്രദേശത്തിൽ എത്തുവാൻ കഴിയുമോ? കമലദളാക്ഷിയായ മാലിന്യമണി എന്നെ വേർപെട്ട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുക? ലക്ഷ്മണ, ജനമധ്യത്തിൽ വെച്ച് സീതാപിതാവ് ധർമ്മജ്ഞനും സത്യമാത്രം പറയുന്നവനുമായ ജനക മഹാരാജാവ് എന്നോട് കുശലപ്രശ്നം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ഉത്തരം പറയുക? അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പോന്ന ഭാഗ്യഹീനനായ എന്നെ ഒന്നിച്ച് നിഴലെന്ന പോലെ പിന്തുടർന്ന സീതയെവിടെ? രാജ്യത്ത് നിന്ന് നിഷ്കാസിതനായ എൻ്റെ ജീവനെ നിലനിർത്തിയത് സീതയാണ്. അവളെ കൂടാതെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? കുമാര, ഞാനൊരു നിർദ്ധയനാണ്. കളങ്കലേശം ഇല്ലാത്ത ആനനം, മുഗ്ധങ്ങളായ പഷ്മങ്ങളും അക്ഷികളും പത്മിനി നായികയ്ക്കുള്ള സുഗന്ധം ഇവയെല്ലാം ഒത്തുചേർന്ന മൈഥിലിയെ കാണാതെ എൻ്റെ ഹൃദയം തളരുന്നു. മോഹനമന്ദസ്മിതത്തോടെ സുസ്വരത്തിൽ സുസ്പഷ്ടാക്ഷരത്തിൽ സദ്ഗുണയുക്തങ്ങളായ വാക്കുകൾ എൻ്റെ അനുജ എന്നാണിനി കേൾക്കുക. ദണ്ഡകാരണ്യത്തിൽ കാമദേവ ശരവർഷപ്രഹരത്താൽ ദുഃഖിതനായി വസിച്ചിരുന്ന എന്നെ അഴലൊട്ടും ഇല്ലാത്ത ആനന്ദഹൃദയനാക്കി ആശ്വസിപ്പിച്ചിരുന്നത് ജനകരാജപുത്രിയായിരുന്നു. അയോധ്യയിൽ എത്തുന്ന എന്നോട് അമ്മ കൗസല്യാദേവി സീതയെവിടെ, സുഖമല്ലേ എന്നും മറ്റും ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? ഭ്രാതൃസ്നേഹിയായ ഭരതനെ നീ പോയി കാണൂ. ജാനകി പിരിഞ്ഞിരിക്കുന്ന എനിക്ക് അവരെയെല്ലാം കാണുവാനോ ജീവിച്ചിരിക്കുവാനോ സാധ്യമല്ല. മഹാത്മാവായ ശ്രീരാമചന്ദ്രൻ നങ്കൂരം പോയൊരു കപ്പൽ സാഗരമധ്യത്തിൽ കര കാണാതെ കറങ്ങുന്നത് പോലെ ദുഃഖനിശ്വാസങ്ങൾ ഉതിർത്തുകൊണ്ട് ആ പുൽപ്പരപ്പിൽ ഇരുന്നു. കാലമാകുന്ന സർപ്പത്താൽ ചുറ്റപ്പെട്ട് ഏറ്റവും വിഷമിക്കുന്ന ഒരു അനാഥനെ പോലെ ഇരിക്കുന്ന അഗ്രജനോട് വാഗ്മിയായ അനുജൻ ശക്തവും യുക്തമായ വാക്കുകൾ പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.